ഈ അടുത്ത് ഞാൻ കണ്ട ഒരു സംഭവമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു വ്യക്തി കുഴഞ്ഞു വീഴാണ്. അപ്പോഴേക്കും ആളുകൾ ചുറ്റും ഓടിക്കൂടുന്നു. നിലത്ത് വീണ അയാളെ പൊക്കിയെടുത്തൊരു ചെയറിലിരുത്താണ്. എന്നിട്ട് മുഖത്ത് വെള്ളം തെളിക്കുകയാണ്. മറ്റൊരു വ്യക്തി വന്നിട്ട് അയാളുടെ ഷോൾഡർ പിടിച്ചിട്ട് അയാളങ്ങനെ കുലുക്കുകയാണ്. എണീക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. വേറൊരാൾ അപ്പോഴേക്ക് വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് മുഖത്തേക്ക് കുടയുന്നുണ്ട്, വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ട് അയാൾക്ക് ബോധം വരുന്നില്ല. നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഏത് സമയത്തും കുഴഞ്ഞു വീണുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബസ് സ്റ്റോപ്പിൽ, സ്കൂളിൽ, ജോലി സ്ഥലത്ത്, വീട്ടിൽ വരെ സംഭവിക്കാം. ഈ സമയത്ത് പലപ്പോഴും എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല, എന്ത് ചെയ്യരുത് എന്നും പലർക്കും അറിയില്ല. ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഒരു കാരണവശാലും കുഴഞ്ഞു വീഴുന്ന ആ വ്യക്തിയെ എണീപ്പിച്ച് ഇരുത്താൻ ശ്രമിക്കരുത്. അതിന് കാരണം കുഴഞ്ഞു വീഴുന്ന സമയത്ത് അയാളുടെ തലച്ചോറിലേക്ക് അപ്പോഴേക്കും തന്നെ രക്തോട്ടം കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഇരുത്താൻ ശ്രമിക്കുമ്പോൾ ഹൃദയം താഴെയും തലച്ചോറ് മുകളിലും ആയതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും രക്തം മുകളിലേക്ക് എത്തുന്നത് കുറയും. ആ വ്യക്തിക്ക് വേണ്ടത് അയാളെ മലർത്തി കടത്തുക എന്നുള്ളതും അയാളുടെ കാല് പൊക്കുക എന്നുള്ളതാണ്. കാല് പൊക്കി വെക്കുമ്പോൾ കാലിലെ രക്തം കൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു, BP ഇംപ്രൂവ് ചെയ്യുന്നു. രണ്ടാമത്തത്, ആളുടെ മുഖത്ത് വെള്ളം തെളിക്കുക, വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും സിനിമയിൽ കാണുന്നതാണ്, മുഖം അടിക്കുന്നു, വെള്ളം കുടിപ്പിക്കുന്നു, ആള് ബോധം തെളിയുന്നു. റിയൽ ലൈഫിൽ അങ്ങനെയല്ല. വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അയാളുടെ എയർവേയിൽ കയറും, തരിപ്പ് പോകും. ശക്തമായിട്ട് കുലുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ കഴുത്തിലും നട്ടലിനും പരിക്ക് വരാം. അതുപോലെ തന്നെ സ്ട്രോക്കോ അപസ്മാരമോ കാരണമാണ് തല കറങ്ങിയതെങ്കിൽ കുലുക്കുന്നത് അപകടമാണ്. ആ സമയത്ത് ആളുകൾക്ക് വേണ്ടത് ശാന്തതയും നന്നായിട്ട് എയർ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, കിടത്തി പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ബോധക്ഷയം 1 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. ഭൂരിപക്ഷ തലകറക്കങ്ങളും ഗൗരവമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡുകൾ കൊണ്ട് ബോധം തിരിച്ചു വരും. എന്നാൽ 1-2 മിനിറ്റ് ആയിട്ട് ബോധം വരുന്നില്ലെങ്കിൽ, അപസ്മാരം പോലെ തോന്നുന്നുണ്ടെങ്കിൽ, നെഞ്ചുവേദന പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ, കണ്ണ് മുകളിലോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാവാം. ഹൃദയത്തിന്റെ മിടിപ്പിന്റെ പ്രശ്നങ്ങളാവാം, ഹൃദയാഘാതമാവാം, അപസ്മാരമാവാം, സ്ട്രോക്ക് ആവാം. സൂക്ഷിക്കണം. ഭൂരിപക്ഷം തലകറക്കവും സ്വയം ശരിയാവുന്നതാണ്. ആ സമയത്ത് കൂടെ നിൽക്കുന്ന നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളാണ് അതിനെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം.